നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി. മുതുതലയിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പുത്തനിടപെടലുമായി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കം കുറിക്കുന്നു. ഫെബ്രുവരി 2 രാവിലെ 10 മണിക്ക് മുഹമ്മദ് മൂസൻ MLA ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതുതലയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പുതിയ ഇടപെടലുകൾ നടത്താൻ ലക്ഷ്യമിട്ട് സ്ഥാപിക്കുന്ന സംരംഭമാണ് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2 രാവിലെ 10 മുഹമ്മദ് മൂസൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി അധ്യക്ഷയാകും. തൃത്താല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. മുതുതലയിലെ പരിസര പ്രദേശങ്ങളിൽ വിവിധ രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർ, മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളെ അഭിമുഖീകരിക്കുന്നവർ എന്നിവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, മരണം സംഭവിക്കുന്ന വീടുകളിലേക്ക് ഫ്രീസർ, മേശ, കസേര, ടാർപ്പായ, ചായക്കെറ്റിൽ തുടങ്ങിയ ഉപകരണങ്ങൾ വാടക കൂടാതെ സൗജന്യമായി നൽകുക, മറ്റു സഹായങ്ങൾ ചെയ്യുന്നതിനുമാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കുടുംബങ്ങളെ സഹായിക്കുക, മാനസിക സംഘർഷം നേരിടുന്ന കുടുംബങ്ങളുണ്ട്, അവരെ സഹായിക്കുക. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള ദൂഷ്യ വശങ്ങൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തി അവയെ ഉന്മൂലനം ചെയ്യാനും അവയ്ക്കെതിരായ ബോധവൽക്കരണം നടത്താനുമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുക, ആവശ്യമായ കൗൺസിലിംഗ് നടത്തുക എന്നീ തുടങ്ങിയുള്ള നിരവധിയായ കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനു പുറമെ ഞങ്ങൾ മരണപ്പെട്ട വീടുകളിലേക്ക് ആവശ്യമായി വരുന്ന പക്ഷം ഫ്രീസർ, കസേര, മേശ, ടാർപ്പായ, ചായക്കെറ്റിലുകൾ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ അവർക്ക് ആവശ്യപ്പെടുന്ന പക്ഷം നമ്മൾ നൽകും. അതിന് നമ്മൾ വാടക വാങ്ങിക്കാണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവ അവർക്ക് ലഭ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുതുതല, കാരക്കൂത്ത്, നാലങ്ങാടി, പറക്കാട് പഞ്ചായത്ത്, തോട്ടിൻകര എന്നീ പ്രദേശങ്ങളാണ് ട്രസ്റ്റിന്റെ ആദ്യഘട്ട പ്രവർത്തന മേഖല. ഭാവിയിൽ മുതുതല പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. മനസ്സുകളുടെ സഹായത്തോടുകൂടി അവരുടെ സാമ്പത്തികമായ സഹായമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തീർത്തും സൗജന്യമായി അവർ വാങ്ങിത്തരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു മെമ്പർഷിപ്പ് എന്ന രൂപത്തിൽ ഭാവിയിൽ കുറെ അംഗങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഫണ്ട് സമാഹരണവും ആലോചിക്കുന്നു. ഇതിന് പ്രധാനമായും ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഒരു ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു വീടിനകത്ത് താനും തൻ്റെ കുടുംബവും മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിശാല മനസ്സോടുകൂടി സമൂഹത്തിലെ വളരെയേറെ പ്രയാസപ്പെടുന്ന, വളരെ അശരരും ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പൊ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത പല കേസുകളും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രവർത്തനം സഹായകരമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഭേദമന്യേ സമൂഹത്തിൽ ആരാണോ അവശത അനുഭവിക്കുന്നത്, ആർക്കാണ് സഹായം വേണ്ടതെന്ന് കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ VB മണികണ്ഠൻ, M പരമേശ്വരൻ, P ഷൺമുഖൻ, N ഉമ്മർ, P ഹരിദാസൻ, AP ഉണ്ണികൃഷ്ണൻ, KP ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.